അസ്സലാമു അലൈക്കും എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ സ്ട്രോബെറി, ഗോതമ്പ് പൊടി, പാല് എന്നിവ കൊണ്ട് ഒരു ഐസ്ക്രീം, പുഡിങ്ങോ എന്തൊക്കെയോ ഉണ്ടാക്കാൻ ശ്രമിച്ചു. പക്ഷേ വന്നത് മറ്റൊന്നാണ്. അപ്പോൾ പാന് ചൂടാക്കിയിട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടർ, 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ചേർത്തു നന്നായിട്ട് ഇളക്കി കൊടുത്തു. ഗോതമ്പ് പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ സമയം നമുക്ക് സ്ട്രോബെറി 1 കപ്പ് എടുത്തിട്ട് അതിൻ്റെ പച്ച ഇലഭാഗം മാറ്റിയിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി ഗോതമ്പ് പൊടിയിലോട്ട് 200 ml 2 കപ്പ് പാല് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് സ്റ്റൗ സിമ്മിലായിരിക്കണം കേട്ടോ. നന്നായിട്ട് കട്ടയൊക്കെ ഉടച്ചുടച്ച് കൊടുക്കുക, നിർത്താണ്ട് ഇളക്കി കൊടുക്കുക. തീ ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് പിന്നെ നമുക്ക് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഈ സമയം നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര, അതായത് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയോ അല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യാനുസരണം കണ്ടൻസ്ഡ് മിൽക്കോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ മിക്സിൻ്റെ 2/3 ഭാഗം ഒരു ബൗൾക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തു. ബാക്കി എന്ത് ചെയ്തു, സ്റ്റൗവിൽ തന്നെ വെച്ചു. ഇതിലോട്ട് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് നന്നായിട്ട് ഇളക്കി മാറ്റി വെച്ചു. ഇനി ഇതിലോട്ട് അരച്ച് വെച്ച സ്ട്രോബെറി ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്തു. ഫുള്ള് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ശേഷം സ്ട്രോബെറി ചേർത്തതുകൊണ്ട് മധുരം കുറച്ച് കുറവായിരിക്കുമല്ലോ, അതിലോട്ട് മധുരം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്കാകാം അല്ലെങ്കിൽ പഞ്ചസാരയാവാം. ഇവിടെ ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. എന്നിട്ട് സിമ്മിലായിരുന്നു കേട്ടോ സ്റ്റൗ, അത് ഓഫ് ചെയ്തു. ഇനി നമുക്കെല്ലാം ഒന്ന് സെറ്റ് ചെയ്യേണ്ട സമയമാണ്. കുറച്ച് സ്ട്രോബെറി എടുത്തിട്ട്, അതായത് ഏകദേശം ഒരു 3/4 കപ്പോളം സ്ട്രോബെറി ചോപ്പ് ചെയ്തിട്ടു ഇതിൽ തന്നെ ചേർത്ത് കൊടുത്തു. കാരണം ഒന്ന് കടിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് സ്കൂപ്പ് ചെയ്തെടുക്കാവുന്നത് ഒരു ഐസ്ക്രീം ആയിട്ടാണ്. ആദ്യം വാനില എസൻസ് ചേർത്ത് വൈറ്റ് പാർട്ടാണ് ഫസ്റ്റ് ഈ ഒരു കുഞ്ഞു ഇതിൽ ട്രേയിലോട്ട് ഒഴിച്ചു കൊടുത്തത്. ശേഷം നമ്മുടെ സ്ട്രോബെറി പോർഷൻ ചേർത്ത് കൊടുത്തു. ഇത് ആ ചെറു ചൂടോടെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ ഞാനിതൊന്ന് കുറച്ച് നേരം ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് ഐസ്ക്രീം സ്കൂപ്പ് ചെയ്തെടുക്കുന്ന പോലെ എടുത്തിട്ട് മക്കൾക്ക് കൊടുക്കാനാണ് വിചാരിച്ചത്. പക്ഷെ അവർക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് ഇങ്ങനെ തന്നെ അവർക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, ചെറിയ ആൾക്ക് ഈ ഒരു ലെവൽ ഒന്ന് തണുപ്പിച്ചതിന് ശേഷം മാത്രം എടുത്തു കൊടുത്തു. അതായത് ഒരു പുഡിങ്ങായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ ഫ്രൂട്ട് സാലഡിനൊക്കെ കസ്റ്റാർഡ് പൗഡറിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ഒരു കാര്യം ഞാൻ മനസ്സിലുറപ്പിച്ചു, ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും മക്കളെ കാണിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം. ഇങ്ങനെയൊക്കെ വെച്ച് കൊടുത്ത് ഒന്ന് സുന്ദരിയാക്കി കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇത് ചെറിയ ആൾക്ക് കഴിക്കാൻ കൊടുത്തു കേട്ടോ. ശേഷം രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോഴെന്താ, ഇത്ര ഒരു എമൗണ്ട് എൻ്റെ കയ്യിൽ ഉണ്ടാക്കി വെച്ചതുള്ളൂ. ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്ത ഇത് തണുപ്പൊന്നും വിടാനൊന്നും വെയിറ്റ് ചെയ്തില്ല, ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചു. കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അതായത് സ്ട്രോബെറിയും പാലും ഒക്കെ അല്ലേ ഉള്ളത്. ഇതിന് എന്ത് പേര് കൊടുക്കണം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.